ഇതാണ് യാത്രകൾ പോകുമ്പോഴുള്ള ഗുണങ്ങൾ. ഇതുപോലെ പുതിയ ഫ്രണ്ട്സും കിട്ടും, നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളും കിട്ടും. जैसे भारत में अपने बोलते हैं कि अतिथि देवो भव, वैसे हमारे राजस्थान में मारवाड़ी लोग बोलते हैं खंबागड़ी. This area full ഓക്കെ. ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ അതിൻ്റെ ഉരുളകളുണ്ട്. മുക്കാമിന് ആൾക്കാർക്ക് മാനിനോട് അത്ര ഇഷ്ടമായിട്ട് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ മാനിന് പാലില്ലെങ്കിൽ ആൾക്കാർ സ്ത്രീകള് പാല് കൊടുക്കും. അങ്ങനത്തെ സ്ഥലം പറയുന്നുണ്ട്. वो अभी तक वो केस चल रहा है. सलमान खान आता है यहाँ पे कोर्ट में हाजिरी देने. സബോള ചില്ലിയെല്ലാം എണ്ണയിൽ നന്നായി വഴറ്റിയെടുത്തിട്ട് നമ്മുടെ സ്പൈസസിന്റെ പൊടികൾ വിചാരിച്ച് മരുഭൂമിയിൽ തണുപ്പില്ല, ചൂടാണ്. ശേഷം തണുത്ത് 8 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയത്. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മൾ നവയിൽ വന്നിട്ട് സോൾട്ട് ഫാക്ടറികൾ കാണാൻ വേണ്ടി വന്നതാണ്. ആൻഡ് ഞാൻ റൂം എടുത്ത് ഫാക്ടറി പോയി. ഇവിടെ അടുത്തുള്ളൊരു സോൾട്ട് ഫാക്ടറി ഉണ്ട്, സമ്പർണിക്കുന്നുണ്ട്. ആൻഡ് അവിടുന്ന് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ഇതാണ് ചേട്ടൻ ഭയ്യ, ഇതാണ് ചേട്ടൻ. അവനാ अनुराग चौधरी. കേട്ടോ, ഈ ചേട്ടനും വേറൊരു ചേട്ടനും ഉണ്ട്. രണ്ടുപേരും കൂടിയിട്ടാണ് റൂമിൽ നിൽക്കുന്നത്. ഇവര് എന്നെ ഇവരുടെ റൂമിലേക്ക് ക്ഷണിച്ച് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ ഉണ്ടാക്കാൻ പോവാ. കണ്ടോ, ഈ ചേട്ടൻ നമുക്ക് ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ അനുരാഗേട്ടൻ നമുക്ക് ചായ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ മലയാളി ഓഡിയൻസ്. ഓക്കെ. ആൻഡ് ചേട്ടന് ഇംഗ്ലീഷ് നന്നായി അറിയാൻ പറ്റും. ആൻഡ് ഈ ചേട്ടൻ ഇവിടുത്തെ സോൾട്ട് ഫാക്ടറിയുടെ ലാബ് അസിസ്റ്റന്റ് ആണ്. വേറൊരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ വന്നിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഭയ്യ, where is your house then? House गाँव नागौर डिस्ट्रिक्ट जायल तहसील बड़ी खाटू. My village nearly 100 kilometers. 100 kilometer 100 കിലോമീറ്റർ ദൂരമുള്ള ഇവിടെ നിന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. And very thank you for inviting. आप मेहमान हो, हमारे मेहमान नवाजी करना हमारा फर्ज बनता है. राजस्थान में यही सबसे बढ़िया बात है कि यहाँ जो मेहमान आते हैं वो हमारी खुशनसीबी है, हम उनके मेहमान नवाजी कर सकते हैं. अरे थैंक यू. हम राजस्थान में कोई आता है तो हम उन्हें बोलते हैं खम्मागड़ी. जैसे भारत में अपने बोलते हैं कि अतिथि देवो भव, वैसे हमारे राजस्थान में मारवाड़ी लोग बोलते हैं खम्बागड़ी. हम आभार प्रकट करते हैं उन लोगों का जो हमारे यहाँ आते हैं, हमें सेवा का मौका देते हैं. കണ്ടു, ദൈവങ്ങളെ പോലെയാണ് ഗസ്റ്റുകളെ ഇതാക്കുന്നത് എന്നാണ് പറയുന്നത്. ഭയങ്കര സ്നേഹമായിരുന്നു ഈ ചേട്ടന്മാർക്ക്, ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇവരുടെ സ്റ്റേ കാണിച്ചു തരാം. കണ്ടു, ഇതാണ് ഇവർ നിൽക്കുന്ന റൂം. ഇതൊരു ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ആണേ. ഭയങ്കര ഭംഗി അവിടെ കാണാൻ. കാരണം ബോയ്സ് റൂം ആയതുകൊണ്ട് കുറച്ച് അല്ലറ ചില്ലറ കച്ചറ ഉണ്ടാവും. എന്നാലും ബ്രിട്ടീഷുകാർ പണിതതാണ് ഈ ഒരു ബിൽഡിങ്. ഇന്നും ഗവൺമെൻറ് ഇതാ ഈ ക്വാർട്ടേഴ്സാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആൻഡ് ഇതാണ് ഇവരുടെ റൂം. ഭയങ്കര പഴമ നിറഞ്ഞ ഒരു രീതിയിലാണ്. കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെയാണ്. എന്നാലും ഈ സാധനത്തിലൊക്കെ സ്റ്റേ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ രാജസ്ഥാനിലൊരു ഇങ്ങനെയുള്ള ഒരു ഉള്ള ഏരിയയിൽ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര രസമല്ലേ. ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് നോക്കുമ്പോൾ ഇവർക്ക് അത് വലിയ സംഭവമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര സംഭവമായി തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബിൽഡിങ് കണ്ടോ. ഇവിടെ നടുമുറ്റം, പുറത്തേക്ക് കാണുന്ന പോലെ നടുമുറ്റമൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സ്ഥലം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായിട്ടോ. ഞങ്ങൾ സോൾട്ട് ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ വന്നുള്ളൂ. 6 മണിയായി. നല്ല രീതിയിൽ ഇരുട്ടായി. ഇവിടെ 5:30 ഇരുട്ടാവുമല്ലോ. ആൻഡ് ഇതാണ് ഇതിൻ്റെ പുറത്ത് വന്നുള്ള ഭംഗി. നല്ലൊരു ഏരിയ. ആ ബിൽഡിംഗ് ഉണ്ട്, ഇവിടുന്ന് കാണാൻ നല്ല രസമാണ്. നല്ല പഴയത് ബ്രിട്ടീഷുകാർ പണിത ബിൽഡിങ്ങാണെന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് ഇവിടുത്തെ പുറത്ത് ഭംഗി. വെറുതെ കിടക്കുന്ന മണ്ണാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ മണ്ണ് നമുക്കധികം കൃഷിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റിയ മണ്ണല്ല. കാരണം ഉപ്പ് നിറഞ്ഞതും പിന്നെ ഈ മരുഭൂമിയിൽ കാണുന്ന പോലത്തെ പൊടി മണ്ണാണ്. അതുകൊണ്ട് നമുക്കിത് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ തുറന്ന് കിടക്കും കേട്ടോ. ഇന്ന് ഫുഡ് ഇവിടെ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ന് റാബോറി എന്ന് പറഞ്ഞിട്ടൊരു, ഇതെന്താ സാധനം എന്ന് അറിയാം, നമ്മളിതുവരെയായിട്ട് കണ്ടിട്ടില്ല. റാബോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് ചിലപ്പോൾ ഇവിടെ നിന്നാവും ഫുഡ്. പിന്നെ നല്ല ഇഞ്ചി ഇട്ട ചായ നമ്മളെ ചേട്ടൻ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. സ്നേഹം എന്നൊക്കെ പറഞ്ഞുള്ളൂ, ഇതാണ് സ്നേഹം. ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തളച്ചു വരുന്നു. സ്നേഹം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ആൾ പിടിച്ച് നിർത്തിയേക്കാം. അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. ट्राई करो. നോക്കിയത് ചേട്ടൻ ചായ ഉണ്ടാക്കി തന്നിട്ട്. അസല് സാധനം. ഇഞ്ചി ഇട്ടുണ്ട്, ജിഞ്ചർ, ടേസ്റ്റ് ഓഫ് ജിഞ്ചർ, സൂപ്പർ.
വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് കുടിച്ച് തന്നാൽ ഇത്രയും അടിപൊളി ചായ. ഞങ്ങളങ്ങനെ കുറേ നേരത്തെ സംസാരിച്ച ശേഷം കുക്കിങ്ങിലേക്ക് ഇറങ്ങി. ഇവിടെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ച് മരുഭൂമിയിൽ തണുപ്പില്ല ചൂടാന്ന് വെച്ചാൽ, പക്ഷെ തണുത്ത് 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ എത്തി. എൻ്റെ കൈയൊക്കെ ഫ്രീസാവാ, റൂമിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റുന്നില്ല. പുള്ളി ഇവിടെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ റാബഡി വെച്ചിട്ടാണ് ചെയ്യുന്നത്, റബോഡി വെച്ചിട്ടാണ് ഇന്നത്തെ കറി. ഇത് ഇവിടുത്തെ തണുപ്പ് സമയങ്ങളിൽ ഇവർ കുക്ക് ചെയ്യുന്ന ഒരു ഫുഡാണ്. എന്താ പുള്ളി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് റബോഡിയുടെ കറിയാണ്, സബ്ജിയാണ് റബോഡി. തണുപ്പ് എന്ന് പറഞ്ഞാൽ അയ്യോ ആഗ്രഹിക്കണം തണുപ്പാ. ഇതാണ് നമ്മുടെ റബോഡി. ഇത് ബേസനും പാലും എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ട് തുണിയിലൊക്കെ ഉണക്കിയിട്ട് നമ്മളത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പപ്പടം പോലെ ഉണ്ടാക്കിയിട്ട് അത് കറിയിലിട്ട് കഴിക്കുക ചെയ്യാം. കണ്ടു, നമുക്ക് അറിയാത്തൊരു ഫുഡായതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു. അതായത് സവോള ചില്ലി എല്ലാം എണ്ണയിൽ നന്നായി വഴറ്റിയെടുത്തിട്ട് നമ്മുടെ സ്പൈസസിൻ്റെ പൊടികൾ, നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, സാധനത്തിൻ്റെ എല്ലാം വെള്ളത്തിൽ ഇളക്കിയിട്ട് നേരെ ഒഴിച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. I noticed everywhere it is only vegetarian. Most of the restaurants are vegetarian. Like I like chicken very much, but there is no restaurant serving chicken. सलमान खान की एक मूवी थी हम साथ साथ हैं, हाँ, उसकी शूटिंग राजस्थान में हुई थी. हाँ, राजस्थान में एक हिरण है, डियर, ब्लैक डियर, उसका शिकार किया था, उसको मारा था और उसको मारने के साथ ही उस पे केस हो गया. डियर केस, वो यहाँ का है, जोधपुर का. वो अभी तक वो केस चल रहा है. सलमान खान आता है यहाँ पे कोर्ट में हाजिरी देने अपनी. We know the case of deer. Deer case we know. Deer case. Which is happened in Jodhpur. जोधपुर का. അത് പുതിയ അറിവാട്ടോ. അതായത് സൽമാൻ ഖാൻ മാന് കഴിച്ചു എന്നോ, മാനിന്റെ കുറെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നടന്നത് ജോധ്പൂരിലാണ്, രാജസ്ഥാനാണ്. നമുക്ക് ആ കേസ് അറിയാം, ലൈക്ക് എനിക്ക് ആ കേസ് അറിയാം, പക്ഷെ നമ്മളത് എവിടെയെന്ന് അറിയണ്ടായിരുന്നില്ല. एनिमल्स नहीं मार सकते आप यहाँ पे. മീൻസ് ചിക്കൻ, चिकन वगैरह नॉर्मल, बट अदर रेबिट, डियर्स, ഓക്കെ, ഡിയർ ഈസ് ഓക്കെ, ബട്ട് റാബിറ്റ് also against beef is very issue. In Kerala there is no issue with any food. Kerala different culture, in Rajasthan different culture. Pork also we not get. Pork pig also illegal. Okay. Total village of animal lovers. Animal lovers. Mostly of deer. So this is deer they are growing. And also deers, little deers, अगर उनकी मदर्स की डेथ हो जाती है, Means छोटे हिरन्स है, हाँ, उनकी मदर्स की डेथ हो जाती है, हिरन्स के मदर की. हिरन मीन्स डियर. हाँ, डियर जैसे छोटे डियर हैं, उनकी मदर्स की डेथ हो जाती है, तो छोटे डियर रहते हैं, उनको अपने ब्रेस्ट से फीड करवाते हैं. उनको दूध, उनको मिल्क की जरूरत होती है, उनको अपने ब्रेस्ट से दूध पिलाते हैं वहाँ के लोग, उनको बड़ा करने के लिए. ह्यूमन. वहाँ की जो लेडीज है वो अपने बच्चों की तरफ. Which village? മുഖാം. കണ്ടു, മുക്കാമിലെ ആൾക്കാർക്ക് മാനിനോട് അത്ര ഇഷ്ടമായിട്ട് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ മാനിന് പാലില്ലെങ്കിൽ ആൾക്കാര്, സ്ത്രീകള് പാല് കൊടുക്കും. അങ്ങനത്തെ സ്ഥലം പോലെ ഉണ്ട്. നമ്മുടെ റാബറി അതിലേക്ക് ഇടുന്നുണ്ടല്ലോ, പൊട്ടിച്ചിട്ട് അതൊന്ന് വേവുന്ന വരയ്ക്ക് വെക്കണേ. കണ്ട, അതങ്ങനെ നൈസായിട്ട് അതിൽ വെന്തുകൊണ്ടിരിക്കും. നമ്മുടെ പപ്പടം പോലൊരു സാധനം, പപ്പടം പോലെ ഇങ്ങനെ പൊട്ടിച്ചിടുന്നുണ്ട്.
നമ്മുടെ റിതേഷ് ബ്രോയെ എത്തിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്. പുള്ളി ഇപ്പൊ വർക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ആണ്. അപ്പൊ പുള്ളി വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കറി നമ്മുടെ ആയി കഴിഞ്ഞു. ഓക്കെ, അതാ അത് 3 പേരുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ. ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ അതിൻ്റെ ഉരുണ്ടകളും ഉണ്ട്. പുള്ളി നൈസായിട്ട് ചപ്പാത്തി പരത്തുന്നത്. ഡെയിലി നൈറ്റ് യു വിൽ പ്രിപ്പയർ ചപ്പാത്തി? Daily. 2 time. മോർണിംഗ് ഓൾസോ? morning and evening. മോർണിംഗ് ആൻഡ് ഈവനിങ്. കണ്ടുകൊടുത്തൊരു എപ്പോഴും ഉള്ളൊരു ഫുഡാണ് ചപ്പാത്തി. ഇൻ ഷോപ്പ് ഓൾസോ വി വിൽ ഓൾവേസ് ഗെറ്റ് റൊട്ടി. Roti. എവരിവർ റൊട്ടി വിത്ത് ബട്ടറോ ഗീയോ ബട്ടർ. ഇന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം അവർക്ക്. ഞാനിത് കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സോ അങ്ങനെ ചെയ്യാം. Wait. This area. Oh, okay. That's why he is perfect. Expert. Yeah, we used to. Nice. The whole area is Full. now one chapati made. Okay. ഇത് വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്. ഇത് ഇവർ തേക്കും. ഇത് ഇവർക്ക് ഒരു ശീലമാണെന്ന് പറഞ്ഞത്. എല്ലാവരും തേച്ച് പിടിപ്പിക്കും. ഇതിനെ തേസിക്ക് എന്നാ പറയാ. ഞാൻ കുക്ക് ചെയ്ത ചപ്പാത്തിക്ക് കുറച്ച് വേവാത്ത ഭാഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടു നല്ല പെർഫെക്റ്റ് ആയിട്ട് അവൻ കുക്ക് ചെയ്യുന്നുണ്ട്. ഇവരിത് ഡെയിലി ഉണ്ടാക്കിയിട്ട് ഇവരത് ശീലമായാകണു. നൈസായിട്ടതായിട്ട് നമ്മുടെ ഫുഡ് അവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും റാബറി കറിയാണ്. ഇവര് 3 പേര് നമ്മൾ 3 പേരും വിളിച്ചിരുന്ന് കഴിക്കാൻ പോകുന്നത്. ഇതാണ് യാത്രകൾ പോകുമ്പോഴുള്ള ഗുണങ്ങൾ. ഇതുപോലെ പുതിയ ഫ്രണ്ട്സും കിട്ടും, നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളും കിട്ടും. ഇതൊന്നും പറയാനില്ല കേട്ടോ. ഹിഡ് കോമ്പിനേഷൻ ആണ്. അതായത് നല്ല നെയ്യ് പുരട്ടിയെടുത്ത ചപ്പാത്തിയും ഈ കറിയും പിന്നെ അതാ കുറച്ച് മധുരമുള്ള ഒരു സാധനം ഉണ്ട്. ഇതും അടിപൊളിയാണ്. ചെറിയൊരു മധുരമുള്ള ഒരു സാധനമാണ്. ഇത് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ അപാര ടേസ്റ്റാണ്. ഇന്ന് ഞാൻ എന്തോരം ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ മതിയാവില്ല. കാരണം 2 പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയതും അവരുടെ ഒപ്പം നമ്മൾ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചതും ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി. കാരണം പുതിയ 2 പേരെ, അത് രാജസ്ഥാൻ പോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് വില്ലേജ് കാണാൻ വന്നിട്ട് അവിടെ നിന്ന് 2 പേരെ പരിചയപ്പെടുന്നു. അവർ നമ്മളെ ഇവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. നമ്മളിത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മൾ നേരിട്ട് ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് വാസ് നൈസ്. ആൻഡ് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നാളെ കാണാം.